വാടാനപ്പള്ളിയിലെ കിറ്റ് വിവാദത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തു. ടി.എൻ. പ്രതാപൻ ഉൾപ്പെടെ 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. അനുമതിയില്ലാതെ പ്രകടനം നടത്തിയതിനും വഴി തടഞ്ഞതിനുമാണ് കേസ്. കസ്റ്റഡിയിലെടുത്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. അതേസമയം ദേവനെ അറസ്റ്റ് ചെയ്യാൻ തെളിവില്ലെന്നും CCTV പരിശോധിച്ചതിൽ കിറ്റ് ആവശ്യപ്പെടുന്നതോ വിതരണം ചെയ്യുന്നതോ ദൃശ്യങ്ങളിലില്ലെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം വാടാനപ്പള്ളിയിലെത്തിയത് യാദൃശ്ചികമായാണെന്നും LDF-ഉം UDF-ഉം കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും ദേവൻ പറഞ്ഞു. കുടുംബയോഗത്തിൽ പങ്കെടുക്കാനാണ് താൻ എത്തിയതെന്നും കിറ്റുമായി BJPക്ക് ബന്ധമില്ല എന്നും ദേവൻ കൂട്ടിച്ചേർത്തു. കേസിൽ നേരത്തെ ചാമ്പ്യൻ ട്രേഡർ സ്ഥാപന ഉടമ പ്രവീണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്തായാലും വാടാനപ്പള്ളിയിലെ കിറ്റ് വിവാദം ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് എന്നൊരു വിവരമാണ് പുറത്തുവരുന്നത്. ടി.എൻ. പ്രതാപൻ ഉൾപ്പെടെയുള്ള 5 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അനുമതിയില്ലാതെ പ്രകടനം നടത്തിയതിനും വഴി തടഞ്ഞതിനുമൊക്കെയാണ് ടി.എൻ. പ്രതാപൻ ഉൾപ്പെടെയുള്ള 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. കസ്റ്റഡിയിലെടുത്ത ശേഷം ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. എന്തായാലും ദേവനെ അറസ്റ്റ് ചെയ്യാൻ തെളിവില്ല എന്നും CCTV പരിശോധിച്ചതിൽ കിറ്റ് വിതരണം ചെയ്യുന്നതോ ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളിലൊന്നും ലഭിച്ചിട്ടില്ല എന്നൊക്കെ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാടാനപ്പള്ളിയിൽ എത്തിയത് യാദൃശ്ചികമായാണെന്നും LDF-ഉം UDF-ഉം കള്ളം പ്രചരിപ്പിക്കുകയാണെന്നുമാണ് ഇപ്പോൾ ദേവൻ പറയുന്നത്. എന്തായാലും കുടുംബയോഗത്തിൽ പങ്കെടുക്കാനാണ് താൻ എത്തിയതെന്നും കിറ്റുമായി BJPക്ക് യാതൊരുവിധ ബന്ധമില്ല എന്നും ദേവൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും 2 ദിവസം മുൻപ് ഇതുപോലെ തന്നെ ഒരു കിറ്റ് വിവാദം വന്നപ്പോഴും BJP ഇത്തരത്തിൽ തള്ളുന്നൊരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. എന്തായാലും ഇന്നത്തെ വാടാനപ്പള്ളിയിലെ വിഷയത്തിലും ഇപ്പോൾ BJPക്ക് യാതൊരു വിധ ബന്ധവുമില്ല എന്നാണ് ദേവൻ കൂട്ടിച്ചേർക്കുന്നത്. എന്തായാലും കേസിൽ നേരത്തെ തന്നെ ചാമ്പ്യൻ ട്രേഡർ സ്ഥാപന ഉടമയായിട്ടുള്ള പ്രവീണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്തായാലും ടി.എൻ. പ്രതാപൻ ഉൾപ്പെടെ ഈ ഒരു കിറ്റ് വിവാദത്തിൽ 5 പേരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നു എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.